മഴ ബാധിക്കുന്നുണ്ടോ ഇപ്പൊ ജോലിയെ? ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കടലിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എത്ര ദിവസം ഇപ്പൊ പോയിട്ട്? ഇപ്പൊ പോയിട്ട് 4 ദിവസമാണ്. കടലിൽ പോയിട്ട് 4 ദിവസത്തോളമായി. കേരളത്തിലെ കാലാവസ്ഥ എന്നത് പ്രവചനാതീതമാണ്. കാരണം മറ്റൊന്നുമല്ല, രാവിലെ 6 മണിക്ക് മഴയാണ് എന്നുണ്ടെങ്കിൽ 8 മണിക്ക് വെയിലാണ്. അതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ്. ശംഖുമുഖത്തിലെ കടൽ അനുദിനം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും മഴ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും സാധാ ജനങ്ങളും പാലിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. സർക്കാർ അതെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. ശക്തമായ കാറ്റും പേമാരിയുമുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുകയാണ് വേണ്ടത്. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും വേണം. ശക്തമായ കാറ്റും ഇടിമിന്നലുമുള്ള സമയങ്ങളിൽ ജനലും വാതിലും അടച്ചിടുകയാണ് വേണ്ടത്. കാറ്റിൽ മറഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുകയും വേണം. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുകയാണ് വേണ്ടത്. കൈകാലുകൾ പുറത്തിടാതെ ഇരിക്കുക. കാരണം വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് ഒരിക്കലും പോകരുത്. കാറ്റിൽ മറഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കാൻ ഒരിക്കലും മറക്കുകയും ചെയ്യരുത്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്ത കരയിലേക്ക് എത്താൻ ശ്രമിക്കുകയും വേണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ സൈഡിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വല എറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കുകയും വേണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. ഈ മഴക്കാലവും നിങ്ങൾ എല്ലാവരും സേഫായി തന്നെ കടന്നു പോകും എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.